വെൽക്കം ടു ഫുഡ് ഇൻഷി. കണ്ടോ, ഞാനിവിടെ വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് മുറിക്കാം. ഞാനും കുറച്ചിട്ട് മുറിച്ചാൽ മതി. കണ്ടോ, അങ്ങനെ ഘനം കുറച്ചിട്ട് നമുക്ക് ഇതെല്ലാം മുറിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, ഇത് കുറച്ച് ഉപ്പ് വരട്ടി വെച്ചതാണ്. നമുക്കൊന്ന് വാട്ടി വെക്കാം. കുറച്ച് ഉപ്പ് വരട്ടിയിട്ട് ഒന്ന് വാട്ടി വെക്കാം. മതി. ഒക്കെ ഒന്ന് വാടി വെക്കാം. കണ്ടോ, ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ച് മറിച്ചൊന്ന് വെച്ച് വെച്ചിട്ട് ഒന്ന് മുരിച്ച് വെക്കാൻ മതി. ഇത് നമുക്ക് കോരി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം. വഴുതനങ്ങയെല്ലാം എണ്ണയിലിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. സവാള ഉണ്ട്, അതിട്ടെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയെടുത്തിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ചുവ വരും. നമുക്ക് നോക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിടാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞളിൻ്റെ പൊടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് മുളകിൻ്റെ പൊടി കുറേശ്ശെ ഇട്ടാൽ മതി. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മൾ വെക്കാം. നമ്മളെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മസാല കുറച്ച് ക്യാരറ്റ് ഇട്ടേക്കാം. നമുക്ക് വാട്ടി വെച്ച വഴുതനങ്ങ ഈ വഴുതനങ്ങ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി കൊടുത്താൽ മതി. ഇത് വെന്തോ ഉണ്ടോ, നമ്മൾ നല്ലോണം വാട്ടിയെടുത്തതല്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. എല്ലാവരും വഴുതനങ്ങ വാങ്ങുന്നവരല്ലേ, അപ്പോൾ നമ്മൾ പല തരത്തിൽ വഴുതനങ്ങ വെക്കും. ഇതുപോലൊന്ന് വെച്ച് നോക്കട്ടെ. ഇതുപോലൊന്ന് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.